ഡ്രാമയിൽ എല്ലാം നിശ്ചയിക്കപ്പെട്ടതാണ് എന്നറിയാമായിരിക്കുമ്പോഴും കുട്ടികളായ നമ്മൾ വയ്ക്കേണ്ട ലക്ഷ്യത്തെക്കുറിച്ച് ബാബ കേൾപ്പിക്കുന്നു. പതിതപാവനനായ ബാബയുടെ മധുരമഹാവാക്യങ്ങൾ കേൾക്കാം. ഓം ശാന്തി. 17/8/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബയുടേതും ദാദയുടേതും വണ്ടർഫുൾ കഥയാണ്. ബാബ എപ്പോഴാണ് ദാദയിൽ പ്രവേശിക്കുന്നത്, അപ്പോഴാണ് നിങ്ങൾ ബ്രഹ്മകുമാർ കുമാരിമാർ സമ്പത്തിൻ്റെ അധികാരിയാകുന്നത്. ചോദ്യം: നിശ്ചിത ഡ്രാമയെ അറിഞ്ഞുകൊണ്ടും കുട്ടികളായ നിങ്ങൾ ഏതൊരു ലക്ഷ്യം തീർച്ചയായും വെക്കേണ്ടതുണ്ട്? ഉത്തരം: പുരുഷാർത്ഥം ചെയ്ത് ഗാലപ്പ് ചെയ്യുന്നതിൻ്റെ, അതായത് വിനാശത്തിനു മുമ്പേ ബാബയുടെ ഓർമ്മയിലിരുന്ന് കർമാതീതം ആകുന്നതിൻ്റെ ലക്ഷ്യം തീർച്ചയായും വെക്കേണ്ടതുണ്ട്. കർമാതീതം എന്നാൽ അയൺ ഏജ്ഡിൽ നിന്നും ഗോൾഡൻ ഏജ്ഡ് ആവുക എന്നർത്ഥം. പുരുഷാർത്ഥത്തിന് ഈ അല്പം സമയമാണുള്ളത്. അതിനാൽ വിനാശത്തിനു മുമ്പേ തൻ്റെ അവസ്ഥയെ അചഞ്ചലവും ആടാത്തതും ആക്കണം. ഓം ശാന്തി, ഓം ശാന്തി. ഇത് രണ്ടും ആരാണ് പറയുന്നത്? ഒരു ബാബയുണ്ടായിരുന്നു, ഒരു ദാദ ഉണ്ടായിരുന്നു. കഥ കേൾപ്പിക്കാറില്ലേ, ഒരു രാജാവുണ്ടായിരുന്നു, ഒരു റാണി ഉണ്ടായിരുന്നു എന്ന്. ഇപ്പോൾ ഇത് പിന്നെ പുതിയ കാര്യങ്ങളാണ്. ഒരു ബാബ, ഒരു ദാദ. നിങ്ങൾ പറയും 5000 വർഷം മുമ്പും ഒരു ശിവ് ബാബ ഉണ്ടായിരുന്നു, രണ്ടാമതായി ബ്രഹ്മദാദ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ശിവന്റെ കുട്ടികളാണ്. എല്ലാ ആത്മാക്കളും ഒരു ബാബയുടെ സന്താനങ്ങളാണ്. അത് അങ്ങനെ തന്നെയാണ്. ബ്രഹ്മാവിൻ്റെ കുട്ടികളായ ബ്രാഹ്മണരും ഉണ്ടായിരുന്നു. പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനങ്ങളായ ബ്രഹ്മകുമാർ കുമാരിമാർ ഉണ്ടായിരുന്നു. അവരെ ആരാണ് പഠിപ്പിച്ചിരുന്നത്? ശിവബാബ. പ്രജാപിത ബ്രഹ്മാവിൻ്റെ ഈ ബ്രഹ്മകുമാർ കുമാരിമാർ എന്ന അനേകം കുട്ടികളുണ്ടല്ലോ. ബ്രഹ്മകുമാർ കുമാരിമാർ അംഗീകരിക്കുന്നു, തീർച്ചയായും നമ്മൾ ശിവബാബയുടെ കുട്ടികളുമാണ്, പൗത്രരുമാണ്. കുട്ടികൾ തന്നെയാണ് ഇപ്പോൾ പൗത്രർ ആയിരിക്കുന്നു. ബ്രഹ്മാവിലൂടെ ദാദയിൽ നിന്നും സമ്പത്ത് നേടുന്നതിനായി. ഇപ്പോൾ നിങ്ങൾക്ക് ദാദയിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. ആ ഒന്നിനെ ശിവബാബ എന്ന് പറയുന്നു. എന്നാൽ ബ്രഹ്മകുമാർ കുമാരിമാർ ആയത് കാരണം ആ ഒന്നിനെ നമ്മൾ ദാദ എന്ന് പറയുന്നു. സമ്പത്ത് ദാദയുടേതാണ്, ബ്രഹ്മാവാകുന്ന ദാദയുടേതല്ല. വൈകുണ്ഠവാസി ആകുന്നതിൻ്റെ സമ്പത്ത് ആ ബാബയിൽ നിന്നാണ് ലഭിക്കുന്നത്. പകുതി കൽപ്പം സമ്പത്ത് നേടുന്നു, പിന്നെ നിങ്ങൾക്ക് ശാപം കിട്ടുന്നു. രാവണനിൽ നിന്നും താഴെ ഇറങ്ങി വരുന്നു. താഴേക്കിറങ്ങുന്നതിൻ്റെ ഗ്രഹപ്പിഴ ഉണ്ടായിരിക്കുന്നത് പോലെ ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മുടെ രാഹുവിൻ്റെ ഗ്രഹപ്പിഴയുടെ ദശ പൂർത്തിയായി. രാഹുവിൻ്റെ ദശയാണ് ഏറ്റവും മോശമായത്. ഉയർന്നതിലും ഉയർന്നതാണ് ബൃഹസ്പതിയുടെ ദശ. പിന്നെ രാഹുവിൻ്റെ ദശയുണ്ടായി. അപ്പോൾ വികാരങ്ങൾ കാരണം നമ്മൾ കറുത്തുപോയി. ഇപ്പോൾ വീണ്ടും ബാബ പറയുന്നു, ദാനം നൽകുമെങ്കിൽ ഗ്രഹണം മാറും. നിങ്ങളുടെ തന്നെ കാര്യമാണ്. അവർ പിന്നെ സൂര്യചന്ദ്രന്റെ ഗ്രഹണമായി മനസ്സിലാക്കി. ഗ്രഹണം ബാധിക്കുമ്പോൾ ദാനം ആവശ്യപ്പെടുന്നു. ഇവിടെ ബാബ നിങ്ങളോട് പറയുന്നു, 5 വികാരങ്ങളെ ദാനം ചെയ്യൂ, എങ്കിൽ ഗ്രഹപ്പിഴ മാറും. ഈ വികാരങ്ങളിലൂടെ തന്നെയാണ് നിങ്ങൾ പാപാത്മാവായത്. മുഖ്യമായത് ദേഹാഭിമാനമാണ്. ആദ്യം ഇങ്ങനെ സതോ പ്രധാനം ആയിരുന്നു, പിന്നെ സതോ രജോ തമോ ആയി. 84 ജന്മങ്ങളെടുത്തു. ദേവതകൾ തന്നെയാണ് 84 ജന്മങ്ങളെടുത്തത് എന്ന ഉറച്ച നിശ്ചയമുണ്ട്. ആദ്യം അവർക്ക് തന്നെയാണ് ബാബയിൽ നിന്നും ലഭിക്കേണ്ടത്. ആത്മാക്കളും പരമാത്മാവും വേർപിരിഞ്ഞിരുന്നു എന്ന് പാടപ്പെട്ടിട്ടുമുണ്ട്. ബാബ പറയുന്നു, ആദ്യം നിങ്ങളെ സത്യയുഗത്തിലേക്ക് അയച്ചിരുന്നു, പിന്നെ ഇപ്പോൾ നിങ്ങൾ തന്നെ വന്ന് കണ്ടുമുട്ടിയിരിക്കുന്നു. മുൻപ് കേവലം പാടുമായിരുന്നു. അതിൻ്റെ യഥാർത്ഥ അർത്ഥം
ഇപ്പോൾ ബാബ ഇരുന്ന് മനസ്സിലാക്കിക്കുന്നു. എല്ലാ വേദശാസ്ത്രങ്ങൾ, ജപം, തപം, ശ്ലോകം ആദിയായ ഏതെല്ലാമുണ്ടോ എല്ലാത്തിൻ്റെയും സാരം ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ചക്രമാണെങ്കിൽ തികച്ചും സഹജമാണ്. ഇപ്പോൾ കലിയുഗത്തിൻ്റെയും സത്യയുഗത്തിൻ്റെയും സംഗമമാണ്. യുദ്ധവും മുന്നിൽ നിൽക്കുന്നു. സത്യയുഗത്തിൻ്റെ സ്ഥാപന നടക്കുന്നു എന്ന നിശ്ചയവും നിങ്ങൾക്കുണ്ട്. കലിയുഗത്തിൽ എത്ര പേരുണ്ടോ അവരെല്ലാവരുടെയും ശരീരം ഇല്ലാതാകും. ബാക്കി ആത്മാക്കൾ പവിത്രമായി കണക്കുകൾ സമാപ്തമാക്കി പോകും. ഇത് എല്ലാവരുടെയും വിധി നിർണയത്തിൻ്റെ സമയമാണ്. ആത്മാക്കൾ ശരീരം ഉപേക്ഷിച്ചു പോകും. ഇത് നിങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പോഴുണ്ട്. നമ്മൾ കർമാതീത അവസ്ഥ നേടുന്നത് വരെയും സംഗമത്തിൽ നിൽക്കുന്നു. ഒരു ഭാഗത്താണ് കോടിക്കണക്കിന് മനുഷ്യർ, മറുഭാഗത്താണ് കേവലം കുറച്ചു പേരായ നിങ്ങൾ. നിങ്ങളിലും നിശ്ചയബുദ്ധി ആയിക്കൊണ്ടിരിക്കുന്ന എത്ര പേരാണുള്ളത്? നിശ്ചയബുദ്ധി വിജയന്തി പിന്നെ പോയി വിഷ്ണുവിൻ്റെ കഴുത്തിലെ മാലയാകും. ഒന്നാണ് രുദ്രാക്ഷത്തിൻ്റെ മാല, രണ്ടാമത്തേതാണ് രുണ്ടുമാല. ആ രുണ്ടുമാലയിൽ ചെറിയ ചെറിയ മുഖങ്ങളുണ്ട്. ഇത് അടയാളമാണ്. നമ്മൾ ആത്മാക്കൾ തന്നെയാണ് വന്ന് വീണ്ടും ബാബയുടെ കഴുത്തിലെ മാലയിലെ മുത്താകുന്നത്. പിന്നെ ഇവിടെ നമ്പർ വയസ്സായി വരും. മാല 8-ൻ്റേതുമുണ്ട്, 108-ൻ്റെയുമുണ്ട്, 16,108-ൻ്റേതുമുണ്ട്. ഇപ്പോൾ 16,000 ആണോ 5,000 ആണോ 10,000 ആണോ എന്നതിൻ്റെ കണക്കൊന്നും എടുക്കുവാൻ സാധിക്കില്ല. ഈ മാലകൾ പാടപ്പെടുന്നു. ബാബ പറയുന്നു, ഇതെല്ലാം നിങ്ങൾ എന്തിനു ചിന്തിക്കുന്നു? എത്ര പേർ കഴിഞ്ഞ കൽപ്പത്തിൽ സത്യയുഗത്തിൽ രാജാക്കന്മാരായിരുന്നു? അത്രയും പേർ തന്നെയാകും. 100 പേരായോ അതോ 200-ഓ 300-ഓ ആയോ? ഇത് ചോദിക്കേണ്ടതില്ല. ബാബ പറയുന്നു, നിങ്ങൾ എത്രത്തോളം സമീപം വന്നുകൊണ്ടിരിക്കുമോ അപ്പോൾ ഇതെല്ലാം മനസ്സിലാകും. ഇന്ന് നമ്മൾ എവിടെയാണ്? നാളെ വിനാശമുണ്ടാകും. പിന്നെ സത്യയുഗത്തിൽ കുറച്ച് ദേവീദേവന്മാർ ഉണ്ടായിരിക്കും. പിന്നീട് അഭിവൃദ്ധി പ്രാപിക്കുന്നു. സത്യയുഗത്തിൻ്റെ അടയാളങ്ങളും കാണപ്പെടുന്നു. ബാക്കി ലക്ഷങ്ങൾ പോയി വസിക്കും. പിന്നെ ലക്ഷമുണ്ടായിരിക്കുമോ അതോ 9-10 ലക്ഷമുണ്ടായിരിക്കുമോ എന്നത് ആക്യുറേറ്റായി പറയാൻ സാധിക്കില്ല. നിങ്ങൾ എപ്പോഴാണോ ആക്യുറേറ്റായി സമ്പൂർണ്ണമാകുന്നതിന് യോഗ്യമാകുന്നത് അപ്പോൾ നിങ്ങൾക്കും കൂടുതൽ സാക്ഷാത്കാരമുണ്ടാകും. ഇപ്പോഴാകട്ടെ വളരെയധികം മനസ്സിലാക്കാനുള്ള സമയം കിടക്കുന്നു. വളരെയധികം സാക്ഷാത്കാരങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളും വളരെയധികം നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ വസ്തുക്കൾക്കും അമിത വില ഉണ്ടായിക്കൊണ്ടിരിക്കും. വിദേശത്തും ഇപ്പോൾ നല്ലവണ്ണം ടാക്സും മറ്റും ചുമത്തിക്കൊണ്ടിരിക്കും. വളരെയധികം വിലക്കയറ്റം ഉണ്ടായ ശേഷം പിന്നെ പൂർണ്ണമായും വിലക്കുറവുണ്ടാകും. സത്യയുഗത്തിൽ ഒരു വസ്തുവിനും ചിലവുണ്ടാകില്ല. എല്ലാ ഖനികളും മറ്റും നിറയും. പുതിയ ലോകത്തിൽ വൈഭവങ്ങൾ വളരെയധികം ഉണ്ടായിരിക്കും. ലക്ഷ്മി നാരായണന്റെ അടുക്കൽ ധാരാളം വൈഭവം ഉണ്ടായിരുന്നല്ലോ. ശ്രീനാഥ ക്ഷേത്രത്തിൽ മൂർത്തികളുടെ മുന്നിലും എത്ര വൈഭവങ്ങളുടെ ഭോഗർപ്പിക്കുന്നു. അവിടെ വളരെയധികം സാധനങ്ങൾ ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്യുന്നു. നമ്മൾ ദേവതമാർക്ക് നിവേദ്യം അർപ്പിക്കുന്നു എന്ന് പറയും. ദേവതമാർക്ക് നിവേദ്യം അർപ്പിച്ചില്ലെങ്കിൽ അവർ കോപിക്കും എന്ന് പറയുന്നു. ഇപ്പോൾ ഇതിൽ കോപിക്കുന്നതിൻ്റെ കാര്യമേയില്ല. നിങ്ങൾ ആരിലും കോപിക്കുന്നില്ല. ഡ്രാമയനുസരിച്ച് ഈ വിനാശം ഉണ്ടാവുക തന്നെ വേണം എന്നറിയുന്നു. കലിയുഗത്തിൽ നിന്നും മാറി സത്യയുഗമുണ്ടാകും. നമ്മൾ ഡ്രാമയെ മനസ്സിലാക്കുന്നുണ്ട്. ഡ്രാമ അനുസരിച്ച് ഇപ്പോൾ പുതിയ ചക്രം ആരംഭിക്കേണ്ടതുണ്ട്. നിങ്ങളും ഡ്രാമയ്ക്ക് വശപ്പെട്ടവരാണ്. ഡ്രാമയനുസരിച്ച് ബാബയും വന്നു കഴിഞ്ഞു. ഡ്രാമയിൽ 1 മിനിറ്റിന് പോലും ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുക സാധ്യമല്ല. ബാബ വന്നത് നിങ്ങൾ കണ്ടു. അടുത്ത കൽപ്പത്തിലും കൃത്യമായി ഇതുപോലെ സംഭവിക്കും. ശാസ്ത്രങ്ങളിലാണെങ്കിൽ കൽപ്പത്തിൻ്റെ ആയുസ് നീണ്ടതാക്കിയിരിക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, തീർച്ചയായും വിനാശം മുന്നിൽ നിൽക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഗാലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അറിയുന്നുണ്ട്
ബാബയെ ഓർമ്മിച്ച് നമുക്ക് കർമാതീത അവസ്ഥ തീർച്ചയായും നേടേണ്ടതുണ്ട്. അതായത് അയൺ ഏജിൽ നിന്നും ഗോൾഡൻ ഏജ് ആകേണ്ടതുണ്ട്. ഇപ്പോൾ അഥവാ പുരുഷാർത്ഥം ചെയ്തില്ലെങ്കിൽ പദവി ഭ്രഷ്ടമായി പോകും. ഹേ ആത്മാക്കളെ, ഇപ്പോൾ നിങ്ങൾ പതീതമായിരിക്കുന്നു. ഇതും അറിയുന്നുണ്ട്. വളരെ പ്രകാരത്തിലുള്ളവർ വരും. ആരാണോ മറ്റു ധർമ്മങ്ങളിലേക്ക് മാറിപ്പോയത് അവർ വന്നുകൊണ്ടിരിക്കും. വന്ന് തൻ്റെ ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നതിൻ്റെ തൻ്റെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കും. ബ്രാഹ്മണ ധർമ്മത്തിൽ നിന്നും വന്ന് പിന്നെ ദേവതാധർമ്മത്തിലേക്ക് വരും. ബ്രാഹ്മണ ധർമ്മത്തിലേക്ക് വന്നില്ലെങ്കിൽ ദേവതാധർമ്മത്തിലേക്ക് എങ്ങനെ വരും? ബ്രാഹ്മണർ ദിനം പ്രതിദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കും. വിനാശം മുന്നിൽ വന്നു കഴിഞ്ഞു എന്ന് കാണും. ഇവർ ശരിയാണ് പറയുന്നത്. പിന്നെ അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും. ബ്രാഹ്മണരുടെ വൃക്ഷം അഭിവൃദ്ധി പ്രാപിച്ച് ഫുള്ളാകും. പിന്നെ തിരിച്ചു പോകും. ദേവതമാരുടെ വൃക്ഷം വളരും. ഇപ്പോൾ നിങ്ങൾ സംഗമത്തിൽ രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സംഗമത്തെ മംഗളകാരി യുഗം എന്ന് പറയുന്നു. സംഗമത്തിൻ്റെ തന്നെ മഹിമയാണ്. ഗംഗയുടെയും സാഗരത്തിൻ്റെയും മേള കാണിക്കുന്നു. അതെല്ലാം ഭക്തിമാർഗത്തിലേതാണ്. ഇതാണ് ജ്ഞാനസാഗരവും ജ്ഞാനസാഗരത്തിൽ നിന്നും പുറപ്പെട്ട ജ്ഞാനഗംഗകളും. ജ്ഞാനസാഗരവുമായി പതീത പാവനൻ എന്ന വാക്ക് ചേരുന്നു. അവർ മനസ്സിലാക്കുന്നു പതീത പാവനി ഗംഗയാണ്. പിന്നെ ഗംഗയിൽ സ്നാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ നദികളാണെങ്കിൽ സത്യയുഗം മുതലേ തുടർന്നു വരുന്നു. ഈ കാലത്താണെങ്കിൽ നദികളും ചിലയിടങ്ങളിൽ മുക്കുന്നു. പ്രകൃതിയും തമോ പ്രധാനമാണ്. സാഗരവും തമോ പ്രധാനമായിരിക്കുന്നു. സാഗരം ഒരൽപ്പം ഉയർന്നാൽ എല്ലാം തന്നെ ഇല്ലാതാക്കും. സത്യയുഗത്തിൽ കേവലം നമ്മൾ കുറച്ചുപേർ മാത്രമാണ് ഭാരതത്തിൽ വസിക്കുന്നത്. യമുനയുടെ തീരത്ത് ഡൽഹി ദേവസ്ഥാനമായിരുന്നു. വീണ്ടും ആകേണ്ടതുണ്ട്. സത്യയുഗത്തിൽ കുറച്ച് ജീവാത്മാക്കൾ വസിക്കുന്നു. പിന്നെ പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കലിയുഗത്തിൻ്റെ അന്തിമമാണ്. എത്ര അനേകം മനുഷ്യരായി കഴിഞ്ഞു. പരിധിയില്ലാത്ത നാടകമാണ്. അതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരെങ്കിലും സ്വയം ആക്ടറാണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെയും കൽപ്പം 5000 വർഷത്തിൻ്റെതാണ് എന്നത് ആർക്കും തന്നെ അറിയില്ല. 84 ജന്മം എവിടെ? 84 ലക്ഷം ജന്മം എവിടെ? ഇപ്പോൾ നിങ്ങൾ പ്രകാശത്തിലാണ്. നിങ്ങൾക്ക് ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. ബാബ പറയുന്നു, മന്മനാഭവ, ബാബയെ ഓർമ്മിക്കണം. ശിവഭഗവാൻ ഉവാച, കൃഷ്ണൻ ജ്ഞാനത്തിൻ്റെ സാഗരമൊന്നുമല്ല. ഭഗവാന്റെ മഹിമയും ദേവതമാരുടെ മഹിമയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ബാബ ഏതൊരു രചനയാണോ രചിക്കുന്നത് അതിൻ്റെ മഹിമയാണ് സർവഗുണ സമ്പന്നം. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ബാബയുടെ മഹിമയും ഇവരുടെ, അതായത് ദേവതമാരുടെ മഹിമയും തമ്മിൽ രാപ്പകലിൻ്റെ വ്യത്യാസമുണ്ട്. ഇത് രാജയോഗം ആണല്ലോ. ഭഗവാൻ രാജയോഗം പഠിപ്പിക്കുന്നതായി പാടപ്പെടുകയും ചെയ്യുന്നു. ആ ഒന്ന് നിരാകാരമാണ്. അപ്പോൾ തീർച്ചയായും നിരാകാരത്തിൽ നിന്നും സാകാരത്തിലേക്ക് വരേണ്ടി വരും. ഭഗവാന്റെ ഇത്രയും മഹിമയുണ്ട്. അപ്പോൾ തീർച്ചയായും വരേണ്ടി വരും. ആ ഒന്നിൻ്റെ ജന്മം ദിവ്യവും അലൗകികവുമാണ്. മറ്റാരുടെയും ജന്മം പാടപ്പെടുന്നില്ല. കുട്ടികൾക്ക് ഇതും മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ഒന്നാണ് ലൗകിക പിതാവ്, രണ്ടാമത്തേതാണ് പാരലൗകിക പിതാവ്. ആ ഒന്നിനെ തന്നെയാണ് ഭഗവാൻ എന്ന് പറഞ്ഞ് ഓർമ്മിക്കുന്നത്. മൂന്നാമത്തേതാണ് അലൗകിക പിതാവ്. ഇത് പിന്നെ വണ്ടർഫുൾ പിതാവാണ്. എപ്പോഴാണോ പാരലൗകിക പിതാവ് കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ ഇടയിൽ ഈ അലൗകിക പിതാവ് വരുന്നു. പ്രജാപിത ബ്രഹ്മാവിന് എത്ര അനേകം കുട്ടികളുണ്ട്. ശിവബാബ വന്ന് ബ്രഹ്മാവിലൂടെ നിങ്ങളെ തൻ്റേതാക്കി മാറ്റുന്നു. എത്ര പേർ ബ്രഹ്മകുമാർ കുമാരിമാരാകുന്നു. ലൗകിക അച്ഛനാണെങ്കിൽ 8-10 കുട്ടികൾ കാണും. ശരി, ശിവബാബ പാരലൗകിക പിതാവുമാണ്. ആ ഒന്നിന് അനേകം കുട്ടികളുണ്ട്. സർവ ആത്മാക്കളും പറയുന്നു നമ്മളെല്ലാവരും ബ്രദേഴ്സാണ്. ഇപ്പോൾ ഈ സംഗമത്തിൽ പിന്നെ അലൗകിക അച്ഛനെ ലഭിക്കുന്നു. ഈ ജ്ഞാനം നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കില്ല. പ്രജാപിത ബ്രഹ്മാവാകുന്ന പിതാവിനെ ലഭിക്കുന്നത് തന്നെ
ബാബ വന്ന് പുതിയ സൃഷ്ടി രചിക്കുമ്പോഴാണ്. അപ്പോൾ ഇത് അലൗകിക ജന്മമായല്ലോ. ഈ ഒന്നിനെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് ലൗകികവും മറ്റേത് പാരലൗകികവും. ഇതാണ് സംഗമയുഗി അലൗകിക പിതാവ്. ലൗകിക പിതാവാണെങ്കിൽ സത്യയുഗം മുതൽ ഉണ്ടായിരുന്നു. പാരലൗകിക പിതാവിനെ അവിടെ ആരും ഓർമ്മിക്കുന്നില്ല. അവിടെ ഉള്ളത് തന്നെ ഒരു പിതാവാണ്. ഹേ ഭഗവാനെ, ഹേ പരമാത്മ എന്ന് പറഞ്ഞ് ഓർമ്മിക്കുന്നില്ല. പിന്നെ ദ്വാപരത്തിൽ എപ്പോൾ ഭക്തിമാർഗം ആരംഭിക്കുന്നു അപ്പോൾ 2 അച്ഛനുണ്ടാകുന്നു. സംഗമത്തിൽ 3 അച്ഛനുണ്ട്. പ്രജാപിത ബ്രഹ്മാവിനെയും ഇപ്പോൾ ലഭിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ആ ഒന്നിൻ്റേതായിരിക്കുന്നു. ഇത് അലൗകിക പിതാവാണ് എന്നത് അറിയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെ നല്ല രീതിയിൽ അറിയുന്നു, ഓർമ്മിക്കുകയും ചെയ്യുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. സത്യയുഗത്തിൽ ഓർമ്മിക്കേണ്ട ആവശ്യമേ ഇല്ല. ദുഃഖത്തിൽ പാരലൗകിക ബാബയെ എല്ലാവരും സ്മരിക്കുന്നു. ഇതാകട്ടെ തികച്ചും സഹജമായ കാര്യമാണ്. സത്യത്രേതായുഗങ്ങളിൽ ഒരു പിതാവാണുള്ളത്. ദ്വാപരയിൽ 2 പിതാവുണ്ടായിരിക്കും. ഈ സമയം നിങ്ങൾ അലൗകിക പിതാവിൻ്റെ കുട്ടികളായിരിക്കുന്നു. ഈ ഒന്നിലൂടെ നിങ്ങൾ സമ്പത്ത് നേടുന്നു. കുട്ടികളായ നിങ്ങൾ തന്നെയാണ് ബ്രാഹ്മണരാകുന്നത്. അവർ പിന്നെ ദേവതയാകും. വിനാശവും നിങ്ങൾക്ക് തന്നെയാണ് കാണേണ്ടത്. അത് നിങ്ങൾ ഈ കണ്ണുകളിലൂടെ കാണും. ബോംബുകളിടും. മനുഷ്യർ മരിക്കുമല്ലോ. ജപ്പാനിലും ബോംബിട്ടു. എത്ര മനുഷ്യരാണ് മരിച്ചത് എന്ന് കണ്ടില്ലേ? ഇപ്പോൾ ഇവിടെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സ്വയവും പറയുന്നു നമ്മൾ മടുത്തുകൊണ്ടിരിക്കുന്നു. 10 വർഷം വരെയും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ബോംബുകൾ കൊണ്ടാണെങ്കിൽ സെക്കൻഡിൽ എല്ലാം ഇല്ലാതാകും. തീപ്പൊരിമുണ്ടാകുന്നു, പട്ടണം ഇല്ലാതാകുന്നു. ഇതാണ് ബോംബുകൾ. തീയും പിടിക്കേണ്ടതുണ്ട്. കുട്ടികളായി നിങ്ങൾക്കറിയാം ബാബ വന്നിരിക്കുന്നത് തന്നെ സ്ഥാപനയും വിനാശവും ചെയ്യിക്കാനാണ്. അപ്പോൾ തീർച്ചയായും ഇതെല്ലാം ഉണ്ടാകും. പുരുഷാർത്ഥം ചെയ്യാനുള്ള സമയമാണ് ഇപ്പോൾ. മായ അടിക്കടി നിങ്ങളുടെ ബുദ്ധിയോഗം വേർപെടുത്തുന്നു. നിങ്ങൾ ആടാത്തവരും സ്ഥിരവും എത്രത്തോളമായിരിക്കുന്നു? പറയുന്നു ബാബ, മായയുടെ കൊടുങ്കാറ്റ് വളരെയധികം വരുന്നു. ചിലരാണെങ്കിൽ മുഴുവൻ ദിവസത്തിലും 1 മണിക്കൂറോ അരമണിക്കൂറോ പോലും ഓർമ്മിക്കുന്നില്ല. ബാബ പറയുന്നു നിങ്ങൾ കർമ്മയോഗിയാണ്. 8 മണിക്കൂർ ഈ സേവനം ചെയ്യും. 8 മണിക്കൂർ ഓർമ്മിക്കാൻ സാധിക്കണം. ഇത്രയും പുരുഷാർത്ഥം ചെയ്യണം. ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നതിലൂടെ വികർമ്മം വിനാശമായിക്കൊണ്ടിരിക്കും. ഇതിനെ തന്നെയാണ് യോഗാഗ്നി എന്ന് പറയുന്നത്. ഇതാണ് പ്രയത്നം. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരിക്കുമ്പോഴും കേവലം ഓർമ്മിക്കണം. ഇതും ബാബു പറഞ്ഞു തരുന്നു. ആരാണോ ഗൃഹസ്ഥം ഉപേക്ഷിച്ചത്, കുട്ടികളായത്, അവരും ഇത്രയും ഓർമ്മിക്കുന്നില്ല. വീട്ടിലിരിക്കുന്നവർ കൂടുതൽ ഓർമ്മിക്കുന്നു. അർജുനന്റെയും കാട്ടാളന്റെയും ഉദാഹരണം നൽകുന്നുവല്ലോ. പ്രയത്നമാണ് ബാബയെ ഓർമ്മിക്കുക എന്നത്. ചക്രത്തെയും മനസ്സിലാക്കണം. മഹാഭാരത യുദ്ധവും തീർച്ചയായും നടക്കും. സത്യയുഗത്തിൽ നടക്കുകയില്ല. അപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് അന്ധരുടെ ഊന്നുവഴിയും ആകണം. സർവർക്കും വഴി പറഞ്ഞു കൊടുക്കണം. ബാബയെ ഓർമ്മിക്കൂ, ചക്രത്തെ ഓർമ്മിക്കൂ, സ്വദർശന ചക്രധാരിയാകൂ. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഏറ്റവും കുറഞ്ഞത് 8 മണിക്കൂർ ഓർമ്മയിലിരിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. തൻ്റെ അവസ്ഥയെ അചഞ്ചലവും ഇളകാത്തതും ആക്കി വയ്ക്കുന്നതിനായി ഓർമ്മയുടെ അഭ്യാസം വർദ്ധിപ്പിക്കണം. അലംഭാവം കാണിക്കരുത്. ഈ ഡ്രാമ തികച്ചും ആക്യുറേറ്റായി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ആരോടും അതൃപ്തം ആകരുത്. നിശ്ചയബുദ്ധിയാകണം. വരദാനം: മുറിക്കുക, തിരിക്കുക, യോജിപ്പിക്കുക. ഈ 3 വാക്കുകളുടെ സ്മൃതിയിലൂടെ സദാ വിജയിയായി ഭവിക്കട്ടെ. മുഴുവൻ പഠനത്തിൻ്റെയും ശിക്ഷണങ്ങളുടെയും സാരം ഈ 3 വാക്കുകളാണ്. 1.
കർമ്മബന്ധനം മുറിക്കണം. 2. തൻ്റെ സ്വഭാവ സംസ്കാരങ്ങളെ തിരിക്കണം. 3. ഒരു ബാബയുമായി സർവബന്ധങ്ങളും യോജിപ്പിക്കണം. ഈ 3 വാക്കുകൾ സമ്പൂർണ്ണ വിജയി ആക്കി മാറ്റുന്നു. ഇതിനു വേണ്ടി സദാ ഈ സ്മൃതി ഉണ്ടായിരിക്കട്ടെ. ഈ നയനങ്ങളിലൂടെ ഏതെല്ലാം വിനാശി വസ്തുക്കൾ കാണുന്നുവോ അവയെല്ലാം വിനാശമായി കഴിഞ്ഞിരിക്കുകയാണ്. അവയെ കാണുമ്പോഴും തൻ്റെ പുതിയ ബന്ധങ്ങളെയും പുതിയ സൃഷ്ടിയെയും കണ്ടുകൊണ്ടിരിക്കൂ. അപ്പോൾ ഒരിക്കലും തോൽവി ഉണ്ടാവുകയില്ല. സ്ലോഗൻ: യോഗിയുടെ അടയാളമാണ് സദാ ക്ലീനും ക്ലിയറും. അവ്യക്ത സൂചന: അപവിത്രതയുടെ ബീജത്തെ പോലും സമാപ്തമാക്കി സമ്പൂർണ്ണ സ്വച്ഛം അഥവാ പവിത്രം ആകൂ. അഥവാ ബ്രാഹ്മണ ജീവിതത്തിൽ സങ്കല്പത്തിൽ പോലും അപവിത്രതയോ മര്യാദ ഇല്ലായ്മയോ വരുന്നുവെങ്കിൽ സിംഹാസനസ്ഥർക്ക് പകരം വീഴുന്ന കലയിൽ, അതായത് താഴേക്ക് വരുന്നു. ഏതെങ്കിലും വികർമ്മം ഉണ്ടായില്ലെങ്കിലും വ്യർത്ഥ കർമ്മമെങ്കിലും ഉണ്ടായെങ്കിൽ പശ്ചാത്താപത്തിന് പകരം തിരിച്ചറിയുന്നതിൻ്റെ സ്റ്റേജ് ഉണ്ടാകുന്നു. ഇത് തെറ്റാണ്, സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നു. ആ കാര്യം മുള്ളിന് സമാനം കുത്തിക്കൊണ്ടേയിരിക്കും. അതിനാൽ ഈ വ്യർത്ഥത്തിൽ നിന്ന് പോലും മുക്തമാകൂ. ഓം ശാന്തി. ഓം ശാന്തി. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു.
എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.